Good morning, children. How are you all? Are you fine and safe? Okay, children. In the last class, we completed the first stanza of the lesson 5, Shishak. Shishak. What is the meaning of Shishak? Shishak means teacher. ടീച്ചറിനെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? ഒരു സ്റ്റാൻസ പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? അതിലെ വേർഡ് മീനിങ്സ് ഒക്കെ ഓർക്കുന്നുണ്ട്? ടഫായിട്ടുള്ള വേർഡ്സ് ഒക്കെ ഒന്ന് എഴുതി പഠിച്ചും വായിച്ചു നോക്കിയോ? शिष्यों के भविष्य को एक शिष्य ही संवारता है, ज्ञान के प्रकाश को एक शिष्य ही जलाता है, सही गलत के फर्क को एक शिष्य ही बताता है. शिष्यों के भविष्य को a teacher is responsible for the future of the children. കുട്ടികളുടെ ഭാവിയുടെ റെസ്പോൺസിബിലിറ്റി ആരുടെ കൈകളിലാണെന്ന് പറഞ്ഞ ടീച്ചേഴ്സിൻ്റെ. ശിഷ്യോങ്കെ ഭവിഷ്യ, ഭവിഷ്യ മീൻസ് ഫ്യൂച്ചർ. ഏക് ശിഷ്യ ഹി സംവാർത്ത ഹേ, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ടീച്ചർ അങ്ങ് ഏറ്റെടുക്കുകയാണ്. ഏക് ശിഷ്യ ഹി സംവാർത്ത ഹേ, ജ്ഞാൻ കെ പ്രകാശ് കോ ഏക് ശിഷ്യ ഹി ജലാത്ത ഹേ. ഓൺലി എ ടീച്ചർ ബേൺസ് ദ ലൈറ്റ് ഓഫ് ദ നോളജ്. അറിവിൻ്റെ പ്രകാശം കുട്ടികളിലേക്ക് തരുന്നത് ഒരു ടീച്ചറാണ്. സഹി ഗലത്ത് കെ ഫർക്ക് കോ, സഹി മീൻസ് സഹി, വാട്ട് ഈസ് ദ മീനിങ്? കറക്റ്റ്. ഗലത്ത് മീൻസ് ഫോൾട്ട് അല്ലെങ്കിൽ ഫോൾസ്. സഹി ഗലത്ത് കെ ഫർക്ക് കോ ഡിഫറൻസ്, ഫർക്ക് മീൻസ് ഡിഫറൻസ് को एक शिक्षक ही बताता है. Only a teacher tells the difference between right and wrong, true and false. Okay? Only a teacher tells the difference between good and bad, true and false, right and wrong. Understand, children? അത്രയും വരെ നമ്മൾ പഠിച്ചതാണ്. ഇനി അടുത്തൊന്ന് നോക്കിക്കോ. शिष्यों को सही शिक्षा एक शिष्य ही दे पाता है. शिष्यों को, शिष्य मीन्स स्टूडेंट्स या डिसाइपल्स. शिष्यों को सही शिक्षा, सही शिक्षा मीन्स प्रॉपर एजुकेशन एक शिष्य ही दे पाता है. ഒരു ടീച്ചറാണ് एक शिक्षक. शिक्षक मीन्स टीचर. दे पाता है, दे पाता है തരുന്നു. Only a teacher could give a proper education ടു ദ സ്റ്റുഡൻസ്. ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു അധ്യാപകനാണ് അല്ലെങ്കിൽ ഒരു അധ്യാപികയാണ്. ഓൺലി എ ടീച്ചർ കുഡ് ഗീവ് ദ പ്രോപ്പർ എഡ്യൂക്കേഷൻ ടു ദ ചിൽഡ്രൻ. ശിഷ്യോങ്കോ, ശിഷ്യോങ്കോ മീൻസ് ടു ദ സ്റ്റുഡൻസ്. സഹി ശിക്ഷ, പ്രോപ്പർ എഡ്യൂക്കേഷൻ. ഏക് ശിഷ്യ ഹി, ഒരു ശിക്ഷക്, ഒരു അധ്യാപകൻ തന്നെ ദേ പാത്താ ഹെ, കൊടുക്കുന്നു. Only a teacher could give the proper education to the students या disciples. ऊंचे शिखर पर शिष्यों को एक शिष्य ही चढ़ाता है. ऊंचे शिखर पर, ऊंचे मीन्स ഹൈയസ്റ്റ്, ശിഖർ മീൻസ് പീക്ക്, ഉയർന്ന. കൊടുമുടി ഏറ്റവും ഉയർന്ന ഭാഗമാണ് അല്ലേ? ഒരു മലയുടെയൊക്കെ ഏറ്റവും ഉയർന്ന ഭാഗത്തിനെയാണ് നമ്മൾ കൊടുമുടി അല്ലെങ്കിൽ പീക്ക് എന്ന് പറയുന്നത്. ऊंचे शिखर, हाईएस्ट पीक पर शिष्यों को एक शिष्य ही चढ़ाता है. चढ़ाता है മീൻസ് മേക്ക് ടു ക്ലൈംബ്, അവരെ കയറാനായിട്ട് അവരെ തള്ളുന്നത്, അല്ലാതെ അവരെ ഉയരത്തിലെത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് എപ്പോഴും ഒരു അധ്യാപകനാണ്. ഊഞ്ചെ ശിഖർ पर शिष्यों को एक शिष्य ही चढ़ाते हैं. टीचर mounts the disciples, mounts the children ഓൺ ദ ഹയ്യസ്റ്റ് പീക്ക്, ഏറ്റവും ഉയർന്ന കൊടുമുടിയിലേക്ക് ടീച്ചറിനെ കുട്ടികളെ കൊണ്ടുപോകുന്നത്, സ്റ്റുഡൻസിനെ കൊണ്ടുപോകുന്നത് ടീച്ചറാണ്. അവരെ പഠിപ്പിച്ച് അവർക്ക് നല്ല അറിവുകൾ കൊടുത്ത് ജീവിതത്തിൻ്റെ ഉന്നത കൊടുമുടിയിലേക്ക് എത്തിക്കുന്നത് ഒരു അധ്യാപകൻ ആണ്. ऊंचे शिखर पर शिष्यों को एक शिष्य ही चढ़ाता है. चढ़ाना मीन्स ടു മേക്ക് ടു ക്ലൈംബ്, കയറാൻ ശ്രമിപ്പിക്കുന്നത്. ആ 4 ലൈൻ ഒന്നും കൂടെ മിസ് വായിക്കാം. शिष्यों को सही शिक्षा एक शिखर ही दे पाता है. ऊंचे शिखर पर शिष्यों को एक शिष्य ही चढ़ाता है. മനസ്സിലായോ? അടുത്ത നോക്കി. शिष्यों के भविष्य में, शिष्यों के, शिष्य मीन्स स्टूडेंट्स के, भविष्य मीन्स
फ्यूचर. एक शिष्य की निखार लाता है. निखाർ മീൻസ് ഗ്ലോ, പ്രകാശമായി, എൻഹാൻസ്, പ്രകാശിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ ഭാവിയെ പ്രകാശിപ്പിക്കുന്നത് അധ്യാപകനാണെന്നാണ് പറയുന്നത്. ശിഷ്യോങ്കെ ഭവിഷ്യമേ ഏക് ശിഷ്യ കി നിഖാർ ലാത്ത ഹെ. എ ടീച്ചർ only enhance the future of the students. ഒരു കുട്ടിയുടെ, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന, ഭാവിക്ക് തിളക്കമാർജിക്കുന്നത് അത് ടീച്ചറാണ്, ടീച്ചറിൻ്റെ ശ്രമഫലമായാണ്. शिष्यों को कभी शिक्षक नहीं अपनी ढाल बनाता है. शिष्य को कभी शिक्षक नहीं अपनी ढाल बनाता है. ഒരിക്കലും ഒരു ടീച്ചറും തൻ്റെ സ്റ്റുഡൻസിനെ, തൻ്റെ കുട്ടികളെ, തന്നെ പഠിപ്പിക്കുന്ന കുട്ടികളെ താഴ്ത്തിക്കെട്ടാനോ അവരെ താഴേക്ക് പോകാനായിട്ടോ അനുവദിക്കില്ല. എല്ലാവരും അവരുടെ സ്റ്റുഡൻസ് എന്ന് പറയുന്ന അവരുടെ മക്കളെ പോലെയാണ്. അവരെ ഉയർത്തിക്കൊണ്ടുവരാനെന്നോ ഒരിക്കലും അവരെ താഴേക്ക് തള്ളിയിടാൻ ശ്രമിക്കില്ല. അതാണ് ശിഷ്യക്കോ കഭി ശിക്ഷക് നഹി അപ്പനി ഠാൽ ബനാത്തെ. ദ ടീച്ചർ നെവർ മേക്ക് ദ സ്റ്റുഡൻറ്റ് ടു ഡൗൺവേർഡ്. അവരെ താഴത്തേക്ക് കെട്ടാനോ താഴത്തേക്ക് മാറ്റാനോ അവരെ ഒരു പരിചയം പോലെ തടസ്സത്തിനായിട്ട് നിർത്താനോ ഒന്നും അവർ അനുവദിക്കില്ല. അതാണ് പറഞ്ഞത്. ശിഷ്യക്കോ കഭി ശിക്ഷക്, ഒരു സ്റ്റുഡൻറ്റിനെയും നഹി അപ്പനി ഠാൽ ബനാത്ത, ഒരിക്കലും താഴ്ത്തി കെട്ടാൻ സമ്മതിക്കില്ല. അസബൽ ഹോത്തെ ഹെ. ഇനി എന്തെങ്കിലും തോൽവി പറ്റിയെങ്കിൽ, വെൻ വി ഗെറ്റ് എനി ഫെയിൽ, जब कार्य में शिष्य ही अफसोस जताता है, the teacher only regretted his work. ടീച്ചർ തൻ്റെ വർക്കിൽ പശ്ചാത്തപിക്കുകയുള്ളൂ. തൻ്റെ കുട്ടി ഉന്നത നിലയിലെത്തിയില്ലെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് പാളിച്ചകൾ വന്നു പോയാൽ തന്നെ അത് തൻ്റെ തെറ്റായി കണ്ട് അവർ സ്വയം അഫ്സോസ് കന്ന, പശ്ചാത്തപിക്കുക, റിഗ്രറ്റ് ചെയ്യുകയുള്ളൂ, സ്വയം ദുഃഖിക്കുകയേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം. असफल होते हैं. असफल होना मीन्स ഫെയിൽ ചെയ്യുക, അൺസക്സസ്ഫുൾ, വിജയിക്കാതിരിക്കുക, തോറ്റു പോവുകയാണ്. അസഫൽ ഹോത്തെ ഹെ ജബ് കാര്യമേ ഇൻ ഹിസ് വർക്ക്. എനിബഡി ഗോട്ട് മിസ്റ്റേക്ക്, എനിബഡി ഗോട്ട് ഫെയിൽ, ദെൻ ദ ടീച്ചർ ഒളി റിഗ്രറ്റ്സ് അറ്റ് ഹിസ് വർക്ക്. ആ ടീച്ചർ അവരുടെ വർക്കിൽ, അവരുടെ ജോലിയിൽ പശ്ചാത്തപിക്കുന്നു. മനസ്സിലായോ? അപ്പം ഇതിനകത്തിലെല്ലാ അധ്യാപകൻ്റെ ഗുണഗണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ശിഷ്യോങ്കെ, ഒന്നുകൂടെ ആ വരികൾ വായിക്കാം. ശിഷ്യോങ്കെ ഭവിഷ്യമേ एक शिष्य ही निखार लाता है. शिष्य को कभी शिक्षक नहीं अपनी ढाल बनाता है. असफल होते हैं जब कार्य में शिष्य ही अफसोस जताता है. Children, all of you read this lesson. ഞാൻ ഒരു പ്രാവശ്യം കൂടെ വായിച്ചു തരാം, ശ്രദ്ധിച്ചിരിക്കണം. ശിഷ്യോങ്കെ ഭവിഷ്യ കോ ഏക് ശിഷ്യ ഹി സംവാർത്താ ഹെ. ജ്ഞാൻ കെ പ്രകാശ് കോ ഏക് ശിഷ്യ ഹി ജലാത്താ ഹെ. സഹി ഗലത് കെ ഫർക് കോ ഏക് ശിഷ്യ ഹി ബതാത്താ ഹെ. ശിഷ്യോങ്കോ സഹി ശിക്ഷ ഏക് ശിഷ്യ ഹി ദേ പാത്താ ഹെ. ऊंचे शिखर पर शिष्यों को एक शिष्य ही चढ़ाता है. शिष्यों के भविष्य में एक शिष्य की निखार लाता है. शिष्य को कभी शिक्षक नहीं अपनी ढाल बनाता है. असफल होते हैं जब कार्य में शिष्य ही अफसोस जताता है. Okay children, you read this lesson 3 times. Okay, thank you very much.